തന്റെ പറമ്പിൽ നട്ടുവളർത്തിയ ചന്ദനമരം മുറിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും തുക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകർ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഓഫീസിലെത്തി. അട്ടപ്പാടി സ്വദേശി ബെന്നി ലൂക്കയാണ് അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി ഫോറസ്റ്റ് ഓഫീസിൽ എത്തിയത്. ഞാൻ എല്ലാ ഫയലുകളും ഇവര് ചോദിച്ച എല്ലാം കൊടുത്തത്. എനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. 1 വർഷം കഴിഞ്ഞു. ഞാൻ ചത്തിട്ട് എനിക്ക് എന്തിനാ നീതി? എനിക്ക് എന്തെങ്കിലും എന്റെ ജീവിതത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടേ കിട്ടാൻ? ഒരു മനുഷ്യൻ ദാഹിക്കുന്നുണ്ടെങ്കിൽ അവന് ദാഹം തീർക്കാൻ വെള്ളം കൊടുക്കേണ്ടത് ചത്തിട്ടല്ലോ, ആണോ? സർക്കാർ ജോലിക്കാര് എന്തിനാണ് ഇത് കള്ളന്മാര് മോഷ്ടിച്ചോണ്ട് പോയില്ലേ? അവരെന്നെ കൊന്നിട്ട് പോയിരുന്നെങ്കിലും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. അതിലും വലിയ പീഡനമാണ് എനിക്ക് ഇവർക്ക് തന്നിരിക്കുന്നത്. 1 വർഷമായിട്ട് ഞാൻ മാനസിക പീഡനത്തിലാണ്. ഞാൻ ആത്മഹത്യ ചെയ്യും ഉറപ്പായി എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഈ മഹാത്മാവിന്റെ മുൻപിൽ കിടന്ന് ഞാൻ ചാവും, എനിക്ക് നീതി കിട്ടണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ബെന്നി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചത്. അത്രയ്ക്ക് ഞാൻ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു. നടന്ന് ഞാൻ മടുത്തു. എനിക്ക് നീതി കിട്ടണം, ഇല്ലെങ്കിൽ ഈ മഹാത്മാവിന്റെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകും. തരില്ലെന്ന് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് DFO ആണ് ഇതിന്റെ മറ്റേ മേലധികാരി. പുള്ളി വന്നിട്ടാണ് ഇത് കണ്ടതിന് ശേഷമേ ഇത് എടുക്കാൻ പാടുള്ളൂ പറഞ്ഞത്. ഇത് റേഞ്ച് ഓഫീസർ അടിയന്തരമായിട്ട് ഇത് മുറിച്ചു മാറ്റണം, ഇയാളുടെ ജീവന ഭീഷണിയാണ് ഇതിവിടെ കടന്നു കഴിഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അടിയന്തരമായിട്ട് ഡെപ്യൂട്ടി റേഞ്ചർക്ക് ഓർഡർ കൊടുത്ത് ഇത് മുറിച്ച് അവർ ഡിപ്പോയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇതുവരെ ഇവിടെ വന്നപ്പോ എന്റേതാണെന്ന് എന്താ തെളിവ്? DFO എന്നോട് ചോദിച്ചതാ, നിന്റേതാണെന്ന് എന്താ തെളിവ്? ഏത് പോർഷനാണെന്ന് വന്നെടുത്ത, ഏത് വണ്ടിയിലാണ് കയറ്റിയത്, എത്ര കിലോ സാധനമുണ്ട് എന്നൊക്കെ ചോദിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. എനിക്ക് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. എന്റെ പറമ്പിൽ ഇഷ്ടംമാതിരി ചന്ദന മരങ്ങളുണ്ട്. 18, 10 ഇഞ്ച്, 12 ഇഞ്ച്, 20 ഇഞ്ച് ഉള്ള മരങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഇത് വീട്ടുമുറ്റത്ത് നിന്നത് കൊണ്ട് അത് കാറ്റിന് വീണപ്പോ അതിന്റെ എന്തെങ്കിലും മൂല്യം കിട്ടുന്ന പറമ്പിലുള്ളതെല്ലാം മോഷണം പോവുകയാണ്. ഒന്നും കിട്ടുന്നില്ല. വീട്ടുമുറ്റത്ത് നിന്നത് വീണപ്പം പോയി അടിയന്തരമായിട്ട് ഇത് മുറിച്ച് നീക്കി എന്നെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ അടിയന്തരമായിട്ട് നടപടി സ്വീകരിച്ചതാണ്. പിന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് കിട്ടണമെങ്കിൽ മറ്റേ ബന്ധപ്പെട്ട പേപ്പറുകളെല്ലാം ഹാജരാക്കണം എന്ന് പറഞ്ഞു. ഇതെല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. എല്ലാ പേപ്പറുകളും ഞാൻ ഇവിടെ ഹാജരാക്കി. മറയൂർക്ക് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് എനിക്ക് പണം കിട്ടുള്ളൂ. സർക്കാരിന്റെ മൂല്യം അനുസരിച്ച് അതിന് എത്ര രൂപ ഉണ്ടോ അതിന്റെ ആ മൂല്യം കണക്കാക്കിയിട്ട് അതിന്റെ സർക്കാരിന്റെ ടാക്സ് എടുത്തിട്ട് ഇവരുടെ ചെലവും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എനിക്ക് കിട്ടുള്ളൂ. അത് കിട്ടാനാണ് ഞാൻ 1 വർഷമായിട്ട് നടക്കുന്നത്. പേപ്പർ കൊടുത്തിട്ടല്ല 6 മാസം കഴിഞ്ഞു. ഇവിടെ ഉണ്ട്, എല്ലാ പേപ്പറുകളും ഇവിടെ ഉണ്ട്. മേഡം പരിശോധിച്ചോളൂ. ഏകദേശം എത്ര വലിപ്പം ഉണ്ടാവും? മരത്തിന്റെ വണ്ണത്തിന്റെ ലിസ്റ്റ് ഈ സാറിന്റെ ഏകദേശം എത്ര ഉണ്ടാവും? വണ്ണം 10, എല്ലാം കൂടെ 350 കിലോയുടെ അടുത്തുണ്ട്. മരം മുറിച്ച് പീസുകളാക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ഇരിക്കുന്നത് ഒമ്പല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിൽ ആണ് ഈ സാധനം ഇരിക്കുന്നത്. 1 വർഷം കഴിഞ്ഞ് ഇത് ഉപയോഗശൂന്യമായി പോയി കഴിഞ്ഞാൽ സർക്കാരിനും കിട്ടില്ല. ഞാൻ 10-25 വർഷമായി ആറ്റുനോറ്റ് എനിക്ക് എന്തെങ്കിലും ജീവിതത്തിന് ഉപാധിയാകുമെന്ന് പറഞ്ഞ് ഭീഷണി നേരിട്ട് വളർത്തിയ എനിക്ക് ഒന്നും കിട്ടാതാവൂലേ? 1 വർഷം കഴിഞ്ഞു. തന്റെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം നീണ്ടുപോകുന്നതിലുള്ള കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു ബെന്നി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് DFO കർഷകനുമായി സംസാരിക്കുകയും വിഷയം അടിയന്തരമായി പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകുകയുമായിരുന്നു. കർഷകന്റെ ഉടമസ്ഥാവകാശം കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ചന്ദനമരം മറയൂരിലെ ചന്ദന ഡിപ്പോയിൽ ലേലം ചെയ്ത് അതിൽ നിന്നുള്ള തുക എത്രയും വേഗം അവകാശികൾക്ക് കൈമാറുമെന്നാണ് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നെ അകത്തേക്ക് വിളിച്ച് DFO സാറ് സംസാരിച്ച് എന്നോട് ഉടനടി ഇത് തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇനി 1 മാസത്തിനുള്ളിൽ എനിക്ക് ഇതിന് പെട്ടെന്ന് നടപടി ഉണ്ടാക്കി തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി പോവുകയാണ്. എനിക്ക് നീതി കിട്ടുമെന്ന വിശ്വാസത്തിൽ ഞാൻ പോവുകയാണ്. എനിക്ക് ഉറപ്പായിട്ടും ഇത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. CCN മണ്ണാർക്കാട്.